നമസ്കാരം. ഇന്ന് എനിക്കിപ്പോൾ ഒരു അതിഥിയുണ്ട്, പാർവതി ശങ്കർ. നമ്മൾ ധാരാളം ക്രിമിനൽ സ്റ്റോറീസ് ഈ ചാനൽ വഴി കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഈ ക്രിമിനൽ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതുമായി എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളെ അധികം പരിചയം ഉണ്ടാവില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന പാർവതി ശങ്കർ ആ ശൈലിയിൽ ഒരുപാട് രാജ്യങ്ങളിൽ അത്തരം ആക്ടിവിറ്റീസിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് പാർവതിയിൽ നിന്ന് തന്നെ അറിയാം. പാർവതി, സ്വാഗതം. നമസ്കാരം. ഞാൻ ഈ പറഞ്ഞു കേട്ടല്ലോ, ക്രിമിനൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കെനിയയിലാണ് എന്ന കാര്യവും എനിക്കറിയാം. ആക്ച്വലി കെനിയയിൽ പാർവതി ഇത്തരം ആക്ടിവിറ്റീസിൽ എന്താ ചെയ്യുന്നത്? ഞാൻ അവിടുത്തെ US എംബസിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ബ്യൂറോ ഫോർ ഇന്റർനാഷണൽ നാർക്കോട്ടിക്സ് ആൻഡ് ലോ എൻഫോഴ്സ്മെന്റിൽ വർക്ക് ചെയ്യുകയാണ്, അവിടുത്തെ കോർഡിനേറ്ററായിട്ട്. ലോ എൻഫോഴ്സ്മെന്റ് സാധാരണ അതാത് രാജ്യക്കാരല്ലേ ചെയ്യുന്നത്. അവിടെ ഈ US സർക്കാരിന്റെ എന്ത് റോളാണ് അവിടെ ഉള്ളത് കെനിയയിൽ? സോ US ഗവൺമെന്റിന്റെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോജക്റ്റ് ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ വി പ്രൊവൈഡ് സപ്പോർട്ട് ടു ലോ എൻഫോഴ്സ്മെന്റ് എൻറ്റിറ്റീസ് ഇൻ കെന്യ ആൻഡ് ഈസ്റ്റ് ആഫ്രിക്ക ടു ബിൽഡ് എ കപ്പാസിറ്റി ടു ക്യാച്ച് ബാഡ് പീപ്പിൾ ബേസിക്കലി. ബാഡ് പീപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉള്ള ആളുകളാണ്. അതെ അതെ. ഏത് ടൈപ്പ് ആക്ടിവിറ്റീസിലാണ് ഇപ്പം പാർവതിയുടെ എന്റെ ഫോക്കസ് ഇപ്പം ട്രാൻസ്നാഷണൽ ഓർഗനൈസ്ഡ് ക്രൈം ഫോർ ഈസ്റ്റ് ആഫ്രിക്കയിലും പിന്നെ മാരിടൈം ക്രൈംസിലാണ് ഞാനിപ്പം ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, കേട്ടല്ലോ, ഓർഗനൈസ്ഡ് ക്രൈംസ് ആണ്. ഓർഗനൈസ്ഡ് ക്രൈംസും പിന്നെ മാരിടൈം ക്രൈംസും ആണ്. അതൊരു വലിയ ഇൻഡസ്ട്രി ആണ് അല്ലേ? അതെ അതെ. അപ്പോൾ ഈ ഓർഗനൈസ്ഡ് ക്രൈംസ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസ്ഡ് ക്രൈംസിലാണ് കൂടുതൽ ഇപ്പോൾ പാർവതി ബന്ധപ്പെട്ടത്? പല ടൈപ്പ് ഓർഗനൈസ്ഡ് ക്രൈംസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇലിസിറ്റ് ഫൈനാൻസ് ഒരു പ്രോബ്ലമാണ്. മെക്സിക്കൻ കർട്ടൽ ഇഷ്യൂസ് ഈസ്റ്റ് ആഫ്രിക്കയിൽ നടക്കുന്നുണ്ട്. വൈൽഡ് ലൈഫ് ട്രാഫിക്കിംഗ് ഉണ്ട്. ബിക്കോസ് ഈ ആനിമൽസിനെ കൊന്ന് ഫണ്ടിങ് പല കൺട്രിയിലോട്ട് പോകുന്നത്, അങ്ങനത്തെ പല ടൈപ്പ് ക്രൈമുകളുണ്ട്. ഈ പോച്ചിങ് പോലുള്ള ഒരു പരിപാടി അല്ലേ? അതെ അതെ. നമ്മുടെ ഇവിടെ ആനയൊക്കെ ഇത് കൊമ്പൊക്കെ എടുത്ത് കളയുന്ന പരിപാടിയുണ്ട്. അതുപോലെ ആനകളൊക്കെ അവിടെ വേട്ടയാടും. ആനകൾ മാത്രമല്ല, ഈ റൈനോസിനെയും വളരെ അവരുടെ ഹോൺ കട്ട് ചെയ്യുന്നത് ഒരു പ്രോബ്ലം ഉണ്ട്. കട്ട് ചെയ്യുന്നത് actually it's very expensive. It can be something that they traffic across to Asia. So one of the areas that usually the horns go to is in China or Vietnam, where they use it for traditional medicine. So the cost of that is very expensive, and it's something you can only have from Africa. Okay, അല്ല, ഇവിടെ ഈ ഓർഗനൈസ്ഡ് ക്രൈംസുകാരെ കട്ട് ചെയ്യുന്ന ഹോണ് ഏഷ്യയിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞു. വൈ ഏഷ്യ? യൂറോപ്പും അതുപോലെ US ഒക്കെ വേണമെങ്കിൽ എടുക്കാമല്ലോ. ഡിമാൻഡ് വരുന്നത് ഏഷ്യയിൽ നിന്നാണ്. That's how we are understanding it, because they use it for traditional medicine. So we have had programs where we have put in GPS trackers into the rhino horn itself, so that if they kill the rhino, you can track the rhino horn and you can see it going from Africa all the way to Asia. That means അതാണ് പറഞ്ഞ ഓർഗനൈസ്ഡ് ക്രൈം ആണെന്നല്ലേ? അതെ. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല ഇത്. റൈനോയുടെ ആ ഹോൺ കട്ട് ചെയ്യുന്നത് മുതൽ നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് ട്രാക്ക് റെക്കോർഡ് വേണം. അതിനാണ് ഈ law enforcement people can. That means law enforcement peopleക്ക് നിങ്ങൾ അതിന്റെ ട്രെയിനിങ് കൊടുത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സഹായിക്കുന്നു അല്ലേ? അപ്പൊ അതിന് ട്രാക്കിംഗ് ചെയ്യുന്നത് ഈ പറഞ്ഞ കെനിയൻ സർക്കാരായിരിക്കും. നിങ്ങൾ അതിന്റെ ഒരു സപ്പോർട്ട് മെക്കാനിസം ആണ് ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും പിടിക്കാൻ പറ്റുമോ? അത് ലോ എൻഫോഴ്സ്മെന്റ് ഇൻസൈഡ് സ്റ്റോറി അറിയാനുള്ള കൗതുകത്തിന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഇല്ല, എനിക്ക് അങ്ങനത്തെ കഥ എനിക്ക് അറിയത്തില്ല. അങ്ങനെയല്ല, അങ്ങനെ നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടായോ നമ്മൾ നോക്കുമല്ലോ. ഇതുവരായിട്ടും വന്നിട്ടില്ല, പക്ഷേ ഐ ഹോപ്പ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഹോണിൽ ഈ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം വെച്ച കാര്യം കള്ളന്മാർ അറിഞ്ഞതുകൊണ്ട് അവരെ കച്ചവടം വിട്ടതാണോ? I doubt it. It's still going on because it's still happening. That's why we also provide trainings for rhino rangers and training കൊടുക്കുന്നത്. അവര് മോണിറ്റർ ചെയ്യുന്നതാണ് അവരുടെ ജോലി. So it is a problem because right now in Kenya there's only 2 northern white rhinos left in the world. There was only 2 of them left. So just 2 northern white rhino ആ ടൈപ്പില് രണ്ടെണ്ണേ ഉള്ളൂ വേൾഡില്. അത് കൊന്നു ചത്തുപോയായിരുന്നു. അതുകൊണ്ടാണ്. So that's why it's a very special
അപ്പൊ അതിന് ഇപ്പൊ എക്സ്റ്റിൻറ്റ് ആവുന്ന ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ആ ശൈലിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ഗവൺമെന്റിന് താല്പര്യമൊന്നുമില്ല. Kenya is very much taking that as a very important project for them because they are the ones who are benefiting from it. They have to, because Kenya gets a lot of tourists from around the world for people to come see safari. It's a big industry there. So it is important for them to protect them. So they do have law enforcement agency that is dedicated to fighting wildlife crimes. ഈ കെനിയയിൽ വരുന്നതിന് മുമ്പ് സൊമാലിയിലായിരുന്നു അല്ലേ? കെനിയയിൽ ഇപ്പോൾ ഈ മാരിടൈം ക്രൈംസ് ഒക്കെ പറഞ്ഞല്ലോ. സൊമാലിയെ കുറിച്ച് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മാരിടൈം ക്രൈംസ് ആണ് ആളുകളുടെ മനസ്സിലേക്ക് വരിക. സൊമാലിയിൽ ആ ശൈലിയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതെ സൊമാലിയിൽ ഞാനും ഫോക്കസ് ചെയ്തിരുന്നത് ക്രിമിനൽ ജസ്റ്റിസിൽ തന്നെ. പക്ഷേ എൻ്റെ അവിടുത്തെ ഫോക്കസ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് സീരിയസ് ആൻഡ് കോംപ്ലക്സ് ക്രൈമിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ one of the also crimes that everyone knows about is piracy in Somalia because that was one of the biggest issues for a long time in Somalia. ഏത് ടൈപ്പ് ഓഫ് പൈറസി അവിടെ ഉള്ളത്? ഏത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പേ ഉള്ളൂ. ആസ് ഇൻ ആൾക്കാര് കടൽ കൊള്ളക്കാർ ബേസിക്കലി. സോ ദേ ആർ ഔട്ട് ദേർ ഇൻ ദി കാരിബിയൻ പൈറേറ്റ്സ് വലിയ സംഭവമാണല്ലോ. അതെ. അപ്പൊ അത് നമ്മുടെയൊക്കെ കപ്പലുകൾ അതുവഴി വരുമ്പോ ഇവര് ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോകുന്നൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ആക്ച്വലി പാർവതി വർക്ക് ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ അങ്ങനെ ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? പല ഇൻസിഡന്റുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതെ. ഏതെങ്കിലും ഇന്ത്യൻ India is a very big player when it comes to protecting the Indian Ocean because even now when we have different meetings, India is a big player. So they are actually they are out there actually monitoring the seas to make sure that is not happening. And the piracy crises have gone down over the years. It is not as it used to be. So adhigam alkarilla out there doing. എന്നാലും പാർവതി ഉണ്ടായിരുന്ന വർഷത്തിൽ ഉണ്ട് ഇന്ത്യൻ കപ്പലുകൾ അവർ അധികം പിടിച്ചിട്ടില്ലെങ്കിലും മറ്റു രാജ്യങ്ങളുടെ ഉണ്ട്. ആക്ച്വലി ഗവൺമെന്റ് അറിയില്ലേ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ഉണ്ട്. യെസ്, ദേ നോ. അവർക്കറിയാം ഇതൊരു വലിയൊരു പ്രോബ്ലം ആണ്. അതുകൊണ്ട് ആണ് ഈ ട്രെയിനിങ് അവര് നമ്മളടുത്ത് ചോദിച്ച് നമ്മൾ വി ആർ സപ്പോർട്ടിങ് ദോസ് ട്രെയിനിങ്സ് ഫോർ the police enforcement നടത്താൻ വേണ്ടിയുള്ള ട്രെയിനിങ്. അങ്ങനെ അതെ. So we teach them how to get onto boat, how to search for drugs, how to search for illicit weapons, how to actually do properly investigate the crime, how to secure the scene so that they can actually prosecute those cases. It's not just about catching the bad guys, but then you have to also prosecute them. Illicit weapons നെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ആക്ച്വലി ആ വെപ്പണുകൾ ആ രാജ്യത്തേക്ക് ഈ ലോകത്തിന് എല്ലാ ഭാഗത്തുനിന്നും വരുന്നത് തടയാനുള്ള സംവിധാനമൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് യു എസ് സർക്കാർ വിചാരിച്ചാൽ പറ്റുമോ? അല്ലെങ്കിൽ അതുമായി ബന്ധിപ്പിച്ചുള്ള ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ലീഗൽ ട്രേഡിംഗ് വഴി വെപ്പൺ വരുന്നതിനെ തടയാനൊക്കെ ഉള്ള എന്തെങ്കിലും സംഭവം ഉണ്ടോ നമ്മുടെ? ഒരുപാട് ട്രെയിനിങ് ഉണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണല്ലോ. ഡ്രഗ്സിന് കൊടുക്കുന്ന പോലത്തെ ട്രെയിനിങ് അല്ല വെപ്പൺസ് സെർച്ചിന് കൊടുക്കുന്നത്. അപ്പം പല ടൈപ്പ് ട്രെയിനിങ് കൊടുക്കുന്നു. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ who actually goes and does these busts are the local team. So നമ്മളുടെ പാർട്ട് ട്രെയിനിങ് കൊടുക്കുകയാണ്. പിന്നെ ആക്ച്വലി പോയി സൊമാലിയയിൽ ഈ who's out in the sea is the Somalis, who can go catch the bad people who are doing bad things. അവർക്കാണ് കടലുമായി ബന്ധമുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി കഥകളാണ് ആക്ച്വലി പാർവതിക്ക് ഈ അവിടെയൊക്കെ കിട്ടുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ കെനിയയിലാണെങ്കിലും സൊമാലിയിലാണെങ്കിലും ഓൾറെഡി ഒരു 8-10 കൊല്ലം പാർവതി ഉണ്ടായിരുന്നു. ഒരുപാട് ഇത്രയും കേസസ് ഉണ്ടാവും. ഈ കേസുകളല്ലാതെ സ്വാഭാവികമായിട്ടും ഈ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കത്തില്ലേ? ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുമല്ലോ. അതൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് എഴുതണമെന്ന് തോന്നിയിട്ടുണ്ടോ? That's a good question. I did write a book recently. Book എഴുതിയോ? അതെ. പക്ഷേ it's a children's book ആണ്. Crime book അല്ല. Maybe one day I will write one, but ഇത്തവണ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു children's book ആണ്. I wanted something escape from my reality. So I wrote a children's picture book called The Last Jacaranda. Jacaranda. Yeah. Jacaranda. What is mean by jacaranda? Jacaranda, beautiful flowers ആണ്. ഒരു മരമാണ്. So it's a friction is the story.
It's about ജാക്രാൻഡ് എന്ന് പറയുന്നത് ഫിക്ഷൻ ആണോ? അല്ലല്ല, ഈ മരം അങ്ങനത്തെ മരം ഉണ്ട്. ഒറിജിനൽ മരമാണ്, പക്ഷെ അതിനെ ബേസ് ചെയ്തൊരു ഫിക്ഷൻ, ഒരു ഫിക്ഷൻ കഥയാണ് എഴുതിയിരിക്കുന്നത്. എവിടെയാ ബേസ് ചെയ്തിരിക്കുന്ന സ്റ്റോറി? സ്റ്റോറി ബേസ് ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്, പ്രിറ്റോറിയ. ബിക്കോസ് പ്രിറ്റോറിയ ആണ് ദ ജാക്കറാൻഡ സിറ്റി എന്നുള്ള പേര് ഉള്ളത്. അങ്ങനെ എന്തുകൊണ്ടാണ് പ്രിറ്റോറിയ അങ്ങനെ വിളിക്കുന്നത്? It has thousands of jacaranda trees lined up throughout the city, and it is beautiful, and it's usually blossoms right now in October, November time in South Africa, and it's something worth seeing. The whole city turns into purple, and it is beautiful view to see. അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയ സീസൺ പോലെയാണ്, ആളുകൾ വരും ഇത് കാണാനായിട്ട്. Yeah, from all over the world ആൾക്കാർ വരും ഇത് കാണാൻ വേണ്ടിയിട്ട്. ശരി. Yeah. ആ ട്രീ ബേസ് ചെയ്തുകൊണ്ട് കഥ എഴുതണമെങ്കിൽ സംതിങ് ഷുഡ് ബി ദയർ. Yes. എന്താ അതിന്റെ ഒരു ഏർപ്പാട്? It's just breathtakingly beautiful. And ഞാൻ കഴിഞ്ഞ കൊള്ളാണ് ആദ്യമായിട്ട് ഞാൻ അതിലേക്ക് കാണാൻ പറ്റിയത്. അത് കണ്ടപ്പോഴുള്ള ഒരു തോട്ട് ആയിരുന്നു, what if one day ഇങ്ങനത്തെ ഈ മരങ്ങൾ ഇല്ലാതായാൽ എങ്ങനെ ഇരിക്കും. അത് ആ തോട്ട് ഇസ് വാട്ട് ഇൻസ്പയർഡ് മീ ടു റൈറ്റ് എ ബുക്ക് about it. Yeah. അത്രയും ബർത്ത് നമ്മളെ ശ്വാസം പിടിച്ച് നോക്കി പോകുന്ന ശൈലിയിലുള്ള മരങ്ങളാണല്ലോ ഭംഗിയുള്ള. ഞാൻ അതിന്റെ ചിത്രം കണ്ടായിരുന്നു. ശരിക്കും ഭംഗിയുള്ള മരങ്ങളും നല്ല പൂക്കളും ഒക്കെയാണ്. ഈ ചെടികൾ ഇല്ലാതാകുമെന്നൊരു തോന്നലുണ്ടാകാൻ എന്തെങ്കിലും കാരണം? ഇത് ഇൻവേസീവ് ആണ്, ആ മരം ഇൻവേസീവ് ആണ്. It's originally from South America and it was brought to South Africa many years. South America എവിടെയാ ഉള്ളത്? I think it's originally from Brazil, maybe. I know it's from South Africa. I'm not sure which country specifically, but it is brought to South Africa, and it is invasive, and it takes up a lot of water. In reality, just like acacia. Yeah, it takes a lot of water, and South Africa really does have a water issue. So it is something they struggle with. It's beautiful, but however, it does take up a lot of water, and it is an issue. If you live in South Africa, you can feel it every day when you have water shortage. So that's the reason that made me think of this. And okay, അപ്പോൾ ഈ ചെടി അങ്ങോട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും സർക്കാരിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അതെ, ഈ വെള്ളത്തിന്റെ പ്രോബ്ലം ആയതുകൊണ്ട്. അത് മാത്രമല്ല, ഇത് ഇൻവേസീവ് ആണ്. അത് ശരിയാ. അപ്പൊ അങ്ങനെ, പക്ഷെ എന്നാലും ആളുകൾക്ക് ഇതിന്റെ ഭംഗി മറക്കാൻ പറ്റില്ലല്ലോ. അവര് വീട്ടിലേക്ക് നടത്തില്ലേ? ഇല്ല, നടാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ. അത് അറിയാതെ സംഭവിച്ചു പോയാന്ന് അങ്ങനെ പറഞ്ഞ അങ്ങനെ ഒഴിയാൻ പറ്റും. But you're not supposed to cut it. I know it's illegal to cut the jacaranda trees because it is so beautiful, and it is illegal to cut. It is illegal to cut it. Illegal to plant. അതൊരു വല്ലാത്ത അതിശയമാണല്ലോ. നടാനും പാടില്ല, മുറിക്കാനും പാടില്ല. അങ്ങനെ ലോകത്ത് വേറെ ചെടികൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു വല്ലാത്ത അതിശയം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഈ ചെടിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ഫിക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്ച്വലി എന്നെ പറഞ്ഞു ഒരു ഫിക്ഷൻ, അത് കുട്ടികൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. എന്താ ആക്ച്വലി എന്താ കഥ? ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഒരു അമ്മുമ്മ ചെറുമകളുടെ കഥ പറയുകയാണ്. അമ്മുമ്മ ഈ പണ്ട് ഈ കളിച്ചോണ്ടിരുന്ന ഈ മരത്തിന്റെ അടിയിൽ കളിച്ചോണ്ടിരുന്ന കഥകളും ചെറുമകളുടെ പറയാണ്. It was like a beautiful story of how she was friends with the neighbor kid, and they would play underneath the tree. They would make jams together. It's about how you're passing down memories from one generation to the other. And and they're sitting under the last tree. അപ്പൊ ഈ മരം മാത്രമല്ല വിഷയം, ആക്ച്വലി ആ കൾച്ചറും കൂടെ കടന്നു വരികയാണല്ലേ. ഒരു അമ്മമ്മ ചെറുമകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ടല്ലേ. ആ ശൈലിയിലാണ് വരുന്നല്ലേ. അതെ, അത് മാത്രമല്ല, ഇത് സൗത്ത് ആഫ്രിക്കയിലെ ഒരുപാട് ഇന്ത്യൻ ആൾക്കാരുണ്ട്. സോ ദിസ് story is of an Indian descent person in South Africa passing down memories to her granddaughter. South Africa ബേസ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. ഇത് പക്ഷേ it's a futuristic story about 150 years from now in South Africa. അത് ശരി. ഇപ്പൊ അല്ല നടക്കുന്നത്, കഥ നടക്കുന്നത് ഒരു 150 വർഷങ്ങൾക്ക് ശേഷമാണ്. അവിടെ ആ സമയത്തുള്ള ഒരു അമ്മമ്മ ചെറുമകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ബാല്യകാലത്ത് ഇങ്ങനെ ചെടികൾ ഉണ്ടായിരുന്നു, അതൊരു വലിയൊരു സംഭവമായിരുന്നു. പക്ഷേ കുഞ്ഞിന് ഈ ചെടി കണ്ട് പരിചയമില്ല. അവസാനത്തെ മരത്തിനടിയിൽ ഇരുന്നാ പറയുന്നത്. അപ്പൊ ഈ അമ്മൂമ്മ കഥ പറയും പോലെ വേറെയും ആളുകൾ വരാം, അല്ലെ വേറെ അമ്മൂമ്മര് വരാം, അങ്ങനെ വരാം. അത് ശരി. അപ്പൊ ഇതൊരു വല്ലാത്തൊരു മിത്ത് പോലെ വളരെ സാധ്യതയുള്ള ഒരു വിഷയമാണ്. സെയിം സ്വഭാവത്തിൽ വേറെ കഥകളും ഒക്കെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. എനിക്കൊരു വേറൊരു ബുക്ക് എഴുതിയ
താല്പര്യമുണ്ട്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. But I want it to be the new book is going to be a series of പല കൺട്രികളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആ കൺട്രിയെ ബേസ് ചെയ്ത് ഓരോ ബുക്കുകൾ ഇങ്ങനെ പല കൺട്രി എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്തിരുന്നത്? ഞാൻ സാംബിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ലെസൂട്ടോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സൗത്ത് സുഡാനില്, സൊമാലിയ, ബംഗ്ലാദേശ് ആൻഡ് നൗ കെന്യ. അല്ല, ഈ സൗത്ത് സുഡാൻ എന്ന് പറഞ്ഞല്ലോ, ആക്ച്വലി ഞാൻ പറവയുടെ ഈ ബയോഡാറ്റയിലൂടെ കടന്നു പോയപ്പോഴേ അവിടെ ഈ ബൈഫർക്കേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ആക്ച്വലി പാർവതി ഉണ്ടായിരുന്ന സമയത്ത് സുഡാനായിരുന്നു. യെസ്, ഞാൻ ആദ്യം സൗത്ത് സുഡാനിൽ പോയ സമയത്ത് സുഡാനായിരുന്നു. I was there for the first election, the referendum, then the separation, and then actually I left South Sudan when the civil war broke out in 2013. So it was a historical time in South Sudan when I was there. ഈ ഫസ്റ്റ് ടൈം ഇലക്ഷന് ആളുകൾ പങ്കെടുക്കാൻ പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ളൊരു സംഭവമൊക്കെ കാണുന്നല്ലേ? ആക്ച്വലി പാർവതി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള അങ്ങനെ അവരുടെ ഒരു എങ്ങനെയായിരുന്നു അവരുടെ റിയാക്ഷൻ ഇങ്ങനെ വോട്ടെടുത്ത ആളെ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ? It was one of the most amazing experience of my life because people, like I was there when the teams are going out to villages to get people to teach them about what is election and what is it to give their details so they can come in to vote. So it was a whole process going to some of the remote places in South Sudan to experience that. അവരെ ഭരിക്കുന്ന ഒരാളെ അവർക്ക് തന്നെ തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞപ്പോഴേ what is the reaction? എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഇൻഡിപെൻഡൻസ് ഡേ ഹാപ്പൻ ചെയ്തപ്പോൾ ഞാൻ ഫീൽഡിൽ പോയായിരുന്നു. എല്ലാവരും സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരാള് അവിടെ ഒരു കാലേ ഉള്ളായിരുന്നു. They've been in war for so many years. This man he lost his leg in the war and he was so happy. I remember him touching the ground, getting the sand in his hands, putting it all over himself and crying and was just so happy for the independence because he fought for that. And it was one of the most amazing moments that I will never forget. So it was really, really, truly joyful to see how people just embrace that independence and like they fought to get that independence. So it was also extremely sad in 2013 when the civil war broke out again, and that's when we got evacuated. After independence. Yeah. Okay. And then the evacuation happened for the US Embassy. That's when I left South Sudan, was in 2013. അല്ല, ഞാൻ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാനായ വിഭജനമൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. ആക്ച്വലി ഒരു രാജ്യം രണ്ടായി മാറുന്ന കാഴ്ച അവിടെ നിന്നുകൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. രണ്ടായി ഇങ്ങനെ മുറിച്ചു മാറ്റിയല്ലേ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ പോലെ ബന്ധുക്കളൊക്കെ അപ്പുറത്തായി പോകുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇൻസിഡൻസ് ഉണ്ടായതായിട്ട് ഓർക്കുന്നുണ്ടോ? അതൊക്കെ ഞാൻ ജൂബയിലായിരുന്നു. ക്യാപിറ്റൽ സൗത്ത് സുഡാന്റെ ക്യാപിറ്റൽ ജൂബയാണ്. അത് ഇറ്റ്സ് വെരി ഫാർ ഫ്രം വേർ ദ ബോർഡർ ഇസ് ബിറ്റ്വീൻ നോർത്ത് ആൻഡ് ദ സൗത്ത്. സോ ഐ എം ഷുവർ അങ്ങനത്തെ കഥകൾ ഒരുപാട് ഉണ്ടായിരിക്കും. എനിക്ക് അത് കാണാൻ പറ്റിയിട്ടില്ല. ഈ ജൂബയിലേക്ക് ഒരുപാട് ജൂതന്മാരൊക്കെ ഉള്ള സ്ഥലമല്ലേ? ജ്യൂസ് അതിനെ പറ്റി എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു പാർവതിയോടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഇസ്രയേൽ അവിടെ വിമാനവറയ്ക്ക് ഒത്തിരി ജ്യൂസിനെയൊക്കെ ഈ സിവിൽ വാർ നടക്കുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നായിരുന്നു. എല്ലാ കൺട്രികളും they try to pull people back. വലിയ വാർത്തയായിരുന്നു. ഒരു more than 900 people ഇങ്ങനെ കുത്തി നിറച്ച് വിമാനത്തിൽ ഒരു കൊണ്ടുവന്നു. Even us, we were evacuated in a big plane. So all the different countries who have citizens there, they pulled them back. They provided a airplane for them to be evacuated. അപ്പോൾ ഈ ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്തുണ്ട്, അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ട്, അതിനുശേഷം വീണ്ടും ഈ കലാപം തുടങ്ങുമ്പോൾ അപ്പോൾ ഇതെല്ലാം കഥകളാക്കി മാറ്റാൻ പറ്റും അല്ലേ? ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്, ഒരുപാട് സ്റ്റോറീസ്. ഇപ്പം നേരത്തെ പറഞ്ഞ കാൽ വയ്യാത്ത ആള് തറയിൽ തൊട്ട് മണ്ണിങ്ങനെ എടുത്ത് അത് അയാളുടെ ഒരു അനുഭവം, അതൊക്കെ സ്റ്റോറീസ് ആക്കി മാറ്റാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഉണ്ട്. എനിക്ക് I would love to write more books. It would be a dream to actually do that. So yeah. അല്ല, ഞാൻ നേരത്തെ സൊമാലിയിലെ കടൽക്കൊള്ളക്കാരുടെ കഥ പറഞ്ഞപ്പോൾ അതും എഴുതാനുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ പോച്ചിങ്, ഈ ഹോണ്, അതും എഴുതാനല്ലേ? അങ്ങനെ വരുമ്പോ ഈ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, കുറച്ച് നാൾ ഉണ്ടായിരുന്നല്ലോ. ആക്ച്വലി അവിടെയും ഇതുപോലെ എന്തെങ്കിലും ത്രില്ലിംഗ് ആയിട്ടുള്ള ജോലികളില് ഞാൻ അവിടെ
Bangladesh and prisons in the focus side. So we were providing trainings to reduce radicalization of people inside prisons. So one of the problem in most of these prisons is when you go inside, you might go in for stealing a banana, let's say, right? But then you are sitting with people who are extremists, who are, let's say, have done really bad things when it comes to terrorism or anything. If they are not properly separated, the guy who went in because he stole a banana is now coming out as a terrorist. So that was one of the issues. So we were focusing on providing trainings for people to become not radicalized. So that was the area that I was focusing on. Actually, അത് എല്ലായിടത്തും അങ്ങനെയല്ലേ? എല്ലായിടത്തും അങ്ങനെ തന്നെ. പക്ഷേ that's why it's important to make sure you're classifying the prisoners coming into prison. So you're not putting ഈ petty crimes ഒക്കെ ഒന്ന് മാറ്റി പിടിക്കണം അല്ലേ? you need to separate it. That's why classification is important. So it depends what you are doing, what you did to get into prison. And also it's important to make sure that their cases are heard on time so they are not sitting in prison for too long. So some of the issues in some of the countries I've worked in is because the prosecution is not happening on a regular time, that people go in, they should be out in 2 months, but then they end up in there for 2-3 years, and then you become a very angry, bitter person by the time you leave. അത് എല്ലായിടത്തും പ്രോസിക്യൂഷൻ ഇങ്ങനെ അല്ലേ? യൂസിലൊക്കെ വേഗത്തിൽ നടക്കും. എല്ലായിടത്തും ഒക്കെ ഉള്ള പ്രോബ്ലംസ് തന്നെ, ഇത് ഒരിടത്ത് മാത്രമുള്ളതല്ല. പക്ഷെ എല്ലായിടത്തും ഈ സെയിം വരാല്ലേ? ചെറിയൊരു കുറ്റത്തിന് വരുന്ന ആൾ ഒരു വലിയ കുറ്റവാളിയായിട്ട് പുറത്തിറങ്ങും ബിക്കോസ് ഓഫ് എക്സ്പീരിയൻസ്. അയാൾ വരുമ്പം ചെയ്ത കുറ്റത്തെക്കാൾ വലിയ കുറ്റം ചെയ്ത ആളുകൾ കൂടുതൽ ജീവിക്കുന്നതാണ്. അപ്പൊ അല്ലേ, വേറെ ചെയ്യാനൊരു താല്പര്യം വരാം. അതിന് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ അതിനകത്ത് ഇടപെടുന്നത്? So usually നമുക്ക് we provide trainings based on what the country is requesting. Prison officers. It's based on what the country say is their problem, and then we provide training specific to that. ഈ പ്രോസിക്യൂഷന്റെ ഭാഗമായി നിൽക്കുന്ന വക്കീലന്മാർക്ക് അങ്ങനെയുള്ളവർക്ക് ട്രെയിനിങ് ഉണ്ട്. സോ ഞാൻ ഒരുപാട് ഡിലേ ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന ബ്യൂറോയില് we work in the criminal justice pillars. So we work with not just investigation, we also do prosecution trainings for the judges, we do trainings for the prosecutors. So we provide support in all the pillars of criminal justice, including the prison side. So you're, ഒരാൾക്ക് ഈ prison പോലീസിന് മാത്രം ട്രെയിനിങ് കൊടുത്താൽ പോരല്ലോ. We also need to make sure the prosecutors know how to prosecute certain cases. Okay, ഇപ്പൊ ഒരു വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത പരിശീലന പരിപാടികളാണ് കൊടുക്കുന്നത്. ജസ്റ്റിസിന്റെ ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ഭാഗമായിട്ടാണ്. ഈ നമ്മൾ കൊടുത്ത പരിശീലനം വഴി എവിടെയെങ്കിലുമൊക്കെ ഇംപ്രൂവ്മെന്റ് ഉണ്ടായതായി അതിന്റെ ഒരു റിസൾട്ട് ഡേറ്റ എപ്പോഴെങ്കിലും കളക്ട് ചെയ്തിട്ടുണ്ടോ? യെസ്, അതിങ്ങനെ റെഗുലർ ആയിട്ട് വരുന്നതാണ്. ദാറ്റ്സ് സംതിങ് നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക് we always ask for monitoring and evaluation of all of the projects that we do so that we know the money that we invested has been gone to good use. So ഈ പ്രോസിക്യൂട്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത് മാത്രം പോരാ, എന്നിട്ട് ആ curriculum that needs to go into the institute that trains the future generation of prosecutors. So there is a sustainability on the programs. So every project we do focus on that, and we do ask for data from the government itself so that we can do better next time. അല്ലെ, ഗവൺമെന്റ് തരുന്ന ഡേറ്റ ചിലപ്പോൾ മാനിപ്പുലേറ്റഡ് ആവത്തില്ലേ? അവര് നിങ്ങളുടെ ഫണ്ട് മുടക്കുന്നതുകൊണ്ട് ശരിക്കും വൈറ്റ് ഡേറ്റ തരാൻ ബോധപൂർവ്വം ശ്രമിക്കില്ല? അങ്ങനെ ഇല്ല. You have to trust them. അത് എനിക്ക് I don't know. I try to believe what they provide is the right thing. നിങ്ങൾക്ക് കൗണ്ടർ ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ല, അവര് തരുന്നത് വിശ്വസിക്കണം. അല്ലാതെ വളരെ ഡിഫിക്കൽട്ട് ആവും. ഞാൻ ചോദിച്ചതല്ല, വേറെ വേറെ രാജ്യങ്ങളായതുകൊണ്ട് അവർക്ക് അവരുടേതായ ഒരു സിസ്റ്റം ഉണ്ട് അല്ലെ? ഈ പണം ഒരു സ്ഥലത്ത് നിന്ന് വരികയാണെങ്കിൽ അത് സ്വീകരിക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹമാണ് എല്ലായിടത്തും ഉള്ളത്. Yeah, but usually we only provide support in area that they request for. So അവർക്ക് നിങ്ങൾ വിശ്വാസമുള്ള മേഖലയിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു ജോയിന്റ് വെഞ്ചറാണ്. Yeah, it becomes a joint partnership. Because if Kenya says they don't have an X issue, I cannot go in and say, hey, I only want to work on X. So it has to be what they want as well. So together we both have ownership. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് പറയുന്നിടയിൽ ഞാൻ നമ്മുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇനി സെക്കൻഡ് ആയിട്ട് എഴുതാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം ഏതാണ്? ഏത് മേഖലയാണ്? I actually want to do a adventure series of a
children's book as well, where What type of adventure? so I want it to be of a 12-year-old girl who's the daughter of a U.S. diplomat who is traveling from one country to the other. Just like Parvati. Yes, just like me and my daughter. Okay, so okay. it's but from her perspective of how it is to be in Somalia and how she becomes friends with a rehabilitated pirate and what he is doing in his life there. So that's one of the stories I'm thinking of okay, writing. okay. The other one is in South Sudan, where I worked with the Livestock Patrol Unit. It's the unit that focuses on doing cattle rustling and kidnapping cases. So how how she, the 12-year-old, becomes part of kind of helping find a child who was kidnapped. Okay. That is the Actually, series. it is a fantasy anyway. It's all going to be friction, but still based on my past experience. Okay, that's very good. Yeah. So that's a series, but I wanted one for every country I worked on. Hey, you want to show your daughter? Sure. Please come. Hello. Hello. You see, this is Nandita Shankar. Nandita is born and brought up in US എന്ന് പറയാം. പക്ഷേ നന്ദിത ആക്ച്വലി എന്താ പറയുക, ഏഷ്യയിലും ആഫ്രിക്കയിലും വിവിധ രാജ്യങ്ങളിലൂടെ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. നന്ദിതയ്ക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. Please tell Nandita about you and what is your ambition? Well, my name's Nandita, and I'm 10, and I want to be a YouTuber and a surgeon when I grow up. And yeah. നിങ്ങൾ കേട്ടോ, നന്ദിതയ്ക്ക് ഒരു യൂട്യൂബർ ആകണമെന്നാണ് താല്പര്യം. നന്ദിതയുടെ ഒരു സ്വപ്നമാണ് ടു ബിക്കം ആൻ യൂട്യൂബർ, അല്ലേ? Yeah. And you already have a YouTube channel. Yeah. നന്ദിതയ്ക്ക് ഒരു ചാനലുണ്ട്. ആ ചാനലിൽ നന്ദിത ഇഷ്ടങ്ങളൊക്കെ അതിൽ പങ്കുവെക്കാറുണ്ട്. Do you want to tell them the name? So it's Loving Life with Nandita. ലവിങ് ലൈഫ് വിത്ത് നന്ദിത. Yeah. ഐ വിൽ ഷെയർ ദ നെയിം ഓൾസോ. ഈ നന്ദിയുടെ ചാനലിലെ പ്രോഗ്രാംസിനെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കണേ. നന്ദിത ശരിക്കും നമ്മൾ അറിയേണ്ട ഒരു ആൾ കൂടിയാണ്. നന്ദിത ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. Can you name the book? So it's Drama, Dreams, and Dead Ends. Once again? Drama, Dreams, and Dead Ends. What is it's about? Can you tell us about your book? It's about a girl who goes on a road trip with her best friend, and they get stuck in a tunnel, and they have to find a way to get out. ആക്ച്വലി ഇറ്റ് ഇസ് എൻ അഡ്വഞ്ചർ സ്റ്റോറി. എന്താ പറയുക, ഒരു പെൺകുട്ടി അവളുടെ ഫ്രണ്ടിനോടൊപ്പം ഉള്ള ഒരു യാത്രയും അവിടെ സ്റ്റക്കാകുന്നതും അതിൻ്റെ ഒരു, ഞാൻ വായിച്ചു കേട്ടോ, ഒരു അടിപൊളി പുസ്തകമാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. എന്തായാലും നന്ദിതയുടെ ലൈഫിൽ നന്ദിത പരിചയപ്പെട്ട കാര്യങ്ങളും മനസ്സിലുള്ള ഫിക്ഷനും കൂടെ ചേർത്തിട്ട് എഴുതിയിരിക്കുന്ന ബുക്കാണ്. ഇറ്റ് ഇസ് വായിക്കാൻ പറ്റിയൊരു ബുക്കാണ്. നമ്മുടെ ഈ കൊച്ചുകുട്ടികളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഫാൻറ്റസിയൊക്കെ ഈ ശൈലിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ നന്ദിത ഇവിടെ അവതരിപ്പിച്ചത്. ഓക്കെ നന്ദിത, താങ്ക് യു. ഓക്കെ പാർവതി, അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയായോ? ഇല്ല, ഇതൊരു എനിക്ക് എവിടെ പോകുന്ന അടുത്തെന്ന് അറിയത്തില്ല. ഐ എം സ്റ്റിൽ ഫിഗറിംഗ് ഇറ്റ് ഔട്ട്. സോ ഇതിപ്പോ 4th ഇയർ ആണ് അല്ലേ? അതെ. ഓക്കെ. ഈ കെനിയയില് ഞാൻ പാർവതിയുടെ ആ വീടും പരിസരമൊക്കെ വീക്ഷിച്ചപ്പോ അവിടെയൊക്കെ നമ്മളിവിടെ ശരിക്കും വിലപിടിപ്പുള്ള ഒരു ഇഷ്ടംപോലെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അവക്കാഡോ അല്ലേ? അവക്കാഡോ, ഒരുപാട് അവക്കാഡോ ഉണ്ട് നമുക്ക്. ഈ അവക്കാഡോയുടെ നാടാണോ ആക്ച്വലി കെനിയ? ഒരുപാട് മരങ്ങൾ കണ്ടു. അറിഞ്ഞൂടാ അവക്കാഡോ അവക്കാഡോ ഉണ്ടല്ലേ? ഇഷ്ടംപോലെ അവക്കാഡോ ഉണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ ഒരു 5 അവക്കാഡോ മരങ്ങളുണ്ട്. എല്ലാ വീടുകളിലും ഉണ്ടാവും അങ്ങനെ? എല്ലായിടത്തും ഉണ്ട് അവക്കാഡോ. ഇത് തന്നെ ഒരുപാട് അവക്കാഡോ ഉള്ള സ്ഥലമാണെന്നാ തോന്നുന്നത്. ശരി. അല്ല, ഞാൻ ചോദിക്കുന്നത് അവരൊക്കെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നുണ്ടോ അവക്കാഡോ? യെസ്, Kenyans love avocados. അതോ എക്സ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ അവര്? ഇല്ല, ആൾക്കാർ കഴിക്കാറുണ്ട്. ഐ തിങ്ക് there's a lot of health benefits for avocado. ഓക്കെ. അതൊരു ആദ്യമായിട്ട് അത്രയും അവക്കാഡോ കണ്ടപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തോ? ഇങ്ങനെ അവക്കാഡോയുടെ നാട്ടിലേക്ക് എത്തിയെന്നല്ലോ? I mean, it was amazing. I love avocado, so it's good. നേരത്തെ സാംപിയിലായിരുന്നപ്പോൾ ഇതുപോലെ പ്രത്യേകതയുള്ള ഏതെങ്കിലും മരങ്ങളോ അങ്ങനെ എന്തെങ്കിലും? Zambia is also beautiful country, and it is the home for Victoria Falls. It's amazingly beautiful to go see, actually. Actually, പറത് താമസിച്ചിടത്തുനിന്ന് എത്ര ദൂരം വരും വിക്ടോറിയ ഫോൾസിലേക്ക്? ഞാൻ താമസിച്ചത് മാൻസ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അതിന്റെ അടുത്തുള്ള ഒരു വില്ലേജിലായിരുന്നു, ലോപ്പോള പ്രോവിൻസിലായിരുന്നു. അവിടെ നിന്ന്
ലുസാക്ക വരെ 12 മണിക്കൂറുണ്ട് ബസ്സിൽ. എന്നിട്ട് അവിടെ നിന്ന് ലുസാക്കയിൽ നിന്ന് ഈ ലിവിങ്സ്റ്റണിൽ പോകാൻ ഒരു 6 മണിക്കൂറാണെന്ന്. അപ്പൊ ഏകദേശം ഒരു 18 hours. Yes, ഒരുപാട് ദൂരമാണ് അവിടുന്ന്. പക്ഷേ it is a beautiful place to go visit. Yeah. Zambiaലാണ് I felt like I want to live in Africa and I wanted to work in Africa. That's where my career started. സാംബിയയിൽ എത്തിയപ്പോഴാണ് അങ്ങനെ ഒരു ഇത് ഫീൽ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ അവിടെ ഈ സഫാരി ഉണ്ടല്ലോ. സാംബിയ ഏതാ, which one is better? കെനിയാണോ? I love safaris everywhere. Safaris are beautiful experience to have. So Kenya has amazing safari. Zambia has amazing safari. South Africa has wonderful safari. ആനിമൽസിൽ വ്യത്യാസമുണ്ടോ? ഇല്ല, the main big five എല്ലായിടത്തും മിക്കവാറും കാണാൻ പറ്റും. പക്ഷെ കെന്യ ഹാസ് ഒരുപാട് ഉണ്ട് ആനിമൽസ്. ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ടൈം ഉണ്ട് കാണാൻ. അത് where you see literally millions of wildebeest and zebras migrating from one area to the other, and you can see that, and it's amazing. They're going from Kenya into Tanzania into the Serengeti. It's something where you guys should come see it. Okay. അല്ലാതെ ഈ മൈഗ്രേഷൻ കാണാൻ വേണ്ടി ആളുകൾ വരുമല്ലേ? വരും from all over the world. അങ്ങനെ കാണാൻ കഴിയുന്ന ഒരു ടൈം ഉണ്ട്. അല്ല, വ്യൂ പോയിന്റുകളുണ്ടോ? പല വ്യൂ പോയിന്റ് ഉണ്ട്. ഒരുപാട് സഫാരി പാർക്സ് ഇൻസൈഡ് അതിന്റെ പാത്തിനകത്തൂടെ. Yeah, so you can go see it. Yeah, so you can stay there and watch it. It's amazing. ഈ പറഞ്ഞ പോലെ സത്യമാണോ? Millions literally of zebras and wildebeest. I can share videos. Yeah. ഈ വൈൽഡ് ബഫലോസ് ഒക്കെ ഉണ്ടാവൂലേ? ഉണ്ട്, ബഫലോസ് ഉണ്ട്. Yeah. ഒരുപാട് ആനിമൽസ് ഉണ്ട്. ഞാനൊരു വീഡിയോ കണ്ടത് ബഫലോസ് ഇങ്ങനെ ഒരു നദി പോലെ ഒഴുകി വരുന്നതാണ്. ഒരുപാടുണ്ട്. ശരി, ഓക്കെ. ജിറാഫ് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ട് അമ്മയോട് സംസാരിച്ചപ്പോൾ ജിറാഫൊക്കെ വീട്ടിനടുത്തൊക്കെ വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? ജിറാഫ് അടുത്ത് വരുന്ന പറഞ്ഞാൽ നമ്മള് നൈറോബിയിലാണ് താമസിക്കുന്നത്. നൈറോബിക്ക് വൺ ഓഫ് ദ സ്പെഷ്യൽ തിങ്സ് ഓഫ് നൈറോബി എന്ന് പറഞ്ഞാൽ അവിടെ ഈ നാഷണൽ പാർക്ക് ഉണ്ട്. വലിയ ഒരു പാർക്ക് നൈറോബിക്കകത്ത് തന്നെ ഉണ്ട്. So it is one of the only places in the world where the safari is inside of the city. So there you can see the giraffe ഉണ്ട്. അതിന്റെ അടുത്ത് ജിറാഫ് സെന്റർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയി നമുക്ക് ജിറാഫിന് ആഹാരം കൊടുക്കാം. അവർ കയ്യിൽ നിന്ന് വന്ന് കഴിക്കും. ഇറ്റ്സ് അമേസിംഗ്. അല്ല, അതിനൊക്കെ ബേസ് ചെയ്ത് ഫിക്ഷൻ സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് പരിചയമുള്ള ഒരു ജിറാഫ് വീട്ടിൽ വരും, അങ്ങനെയൊക്കെ ധാരാളം മറ്റ് ജീവികളെ ബന്ധിപ്പിച്ച കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ ജിറാഫിനെ ബേസ് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റോറി കണ്ടിട്ടില്ല. അതിന് പാർവതിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു കൊണ്ടുവന്നാണ്. ഇപ്പൊ മകളെ കഥ എഴുതുന്ന ആളല്ലേ, അങ്ങനെ ഒരു ജിറാഫ് വരുമായിരുന്നു, പരിചയപ്പെടുമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള സ്റ്റോറീസ് ഉണ്ടോ? ആക്ച്വലി അവിടെ ഉണ്ട്. ഐ മീൻ പല ആനിമൽസ്, ഈ എലിഫന്റ്സ് പെർട്ടിക്കുലർലി ഭയങ്കര മെമ്മറീസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇപ്പം കണ്ട് പരിചയപ്പെട്ട 30 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ കണ്ടാലും അവർക്ക് ഓർമ്മ വരും എന്നാണ് പറയുന്നത്. സോ ജിറാഫിന്റെ മെമ്മറി എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എലിഫന്റിന്റെ മെമ്മറി എങ്ങനെയുണ്ട്. അപ്പം ഈ എലിഫന്റ് ഓർഫനേജ് ഒക്കെ ഉണ്ട് നൈറോബിക്ക് അടുത്തായിട്ട്. സോ അവിടെ പോയി ആനിമൽസുമായിട്ട്. എലിഫന്റ് ഓർഫനേജോ? അതെ, അതൊരു പുതിയ ടൈമാണ് കേട്ടോ, എലിഫന്റ് ഓർഫനേജ്. നമ്മളവിടെ വൃദ്ധരെയൊക്കെ താമസിപ്പിക്കുന്ന, അല്ലെങ്കിൽ സോ ഇത് കണക്റ്റഡ് ടു ഈ പോച്ചിങ്ങുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ചില ആ ഓർഫനേജിൽ വരുന്ന എലിഫന്റ്സ് എന്ന് പറയുന്നത് ഈ ബുഷില് ഈ കാലിലൊക്കെ because poachers were trying to kidnap the mom, or so the child was left behind. So this organization usually finds the children, the baby elephants that are hurt or injured, so they bring them, nourish them, take care of their wounds, make them healthy, and then eventually gets released back into the bush. ഓക്കെ, അത് തിരിച്ച് വനത്തിലേക്ക് തന്നെ വിടും. അതെ അതെ. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല, നമ്മൾ പിടിക്കും, ഇവിടെ വളർത്തും, നമ്മൾ പിന്നെ ഇവിടെ കൊണ്ട് നടക്കും. അത് തിരികെ പോകും ഈ ആനകള. സോ അതാണ് പറയുന്നത്, അവിടെ വന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് വരുമല്ലോ ആ എലിഫന്റുമായിട്ട്, അവിടെ നിന്ന് നോക്കുന്ന ആൾക്കാരൊക്കെ. അത് പിന്നെ അവര് വൈൽഡിലോട്ട് വിട്ടിട്ട് പിന്നെ ഒരു 30 കൊല്ലത്തിന് ശേഷം കാണുമ്പോഴത്തേക്ക് അവർക്ക് ഓർമ്മ വരും എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഈ ആനയെ മാത്രമേ അങ്ങനെ ഓർഫനേജ് കൊണ്ടുവരുള്ളൂ, വേറെ മൃഗങ്ങളുണ്ടോ? റൈനോനെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഈ ഓർഫനേജ് പോലെ. പക്ഷെ അധികം റൈനോസ് ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഒരിക്കൽ ഒരു ചെറിയ ബേബി റൈനോനെ കണ്ടായിരുന്നു. വാസ് സോ ക്യൂട്ട്. ഇത് അതിന്റെ അമ്മ അതിനെ ലെഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പം അത് ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ ദ ബേബി ടു സർവൈവ് ഓൺ ഇറ്റ്സ് ഓൺ. സോ ദേ വർ ടേക്കിംഗ് കെയർ ഓഫ് ദ ബേബി റൈനോ. It was very cute. Yeah, but
Yeah. അത് കൊള്ളാം. അപ്പൊ ഈ നമുക്ക് പരിചയമില്ലാത്തൊരു വിഷയമാണ് ഈ ഓർഫനേജ്. അപ്പൊ ഈ എല്ലാ ഏതാണ്ട് മിക്കവാറും എല്ലാ മൃഗങ്ങളും ഇങ്ങനെ അനാഥരായി പോയാൽ അവർ കൊണ്ടുവന്ന് നോക്കുകയൊക്കെ ചെയ്യും. അത് മെജോറിറ്റി എലിഫന്റ്സ് ആണ്, പിന്നെ 2-3 റൈനോസ് കാണും. ഈ സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്തില്ല അല്ലേ? സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നതാണ്. അതെ. ഐ തിങ്ക് പാർവതിയുടെ ഫ്രണ്ട് അവിടെയാണെന്ന് തോന്നുന്നു. Yeah, my partner lives in South Africa, so. അതെങ്ങനെ കൂടെ പോവോ അതോ? I try to go at least once a month, so it's only 4 hours from Kenya. അത്ര അടുത്താണ്. ഓക്കെ. Yeah. So വളരെ ഈസിയാണ് പോവാൻ. അപ്പൊ എങ്ങനെയാണ് ഈ ഇന്ത്യയുമായിട്ടുള്ള കണക്ഷൻ എന്താണ്? ഞാൻ ഇന്ത്യൻ ഒറിജിനലി അറ്റ് ബർത്ത്, സോ എന്റെ പാരന്റ്സ് ഇന്ത്യൻസ് ആണ്. അതാണ് എന്റെ കണക്ഷൻ. ഓക്കെ. ഒരു സിസ്റ്റർ ഇല്ലേ? ഒരു അനിയത്തിയുണ്ട്. ഒരു അനിയത്തിയുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? She works for KPMG. ഒരു കമ്പനിക്ക് വർക്ക് ചെയ്യുന്ന. ഷീ ഈസ് ദ ഹെഡ് ഓഫ് ദെയർ സൈബർ സെക്യൂരിറ്റി. ഓക്കെ. പുള്ളിക്കാരത്തി ഈ ഇന്ത്യയിൽ വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, പക്ഷെ ബിസിയാണ് വർക്ക്. ശരി. ഓക്കെ. അപ്പൊ ഇനി അടുത്ത പുസ്തകം, ഈ പുസ്തകം ഏതെങ്കിലും റിലീസ് ചെയ്യാനുള്ള ഡേറ്റ് വല്ലതും ആയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട്. എന്റെ ഇപ്പോഴത്തെ ബുക്ക് ദ ലാസ്റ്റ് ജാക്കറാൻഡ റിലീസ് ചെയ്യുന്നത് 24-ാം തീയതി. എവിടെ വെച്ചിട്ടാണ്? സദ്ഭാവന ഭവൻ, ട്രിവാൻഡ്രത്തില്. ഓക്കെ. എനിക്കറിയാം സദ്ഭാവന ഭവൻ, ഭാരത് സമാജിന്റെ ഓഫീസ്. ഓക്കെ. ആരാ പുസ്തകം റിലീസ് ചെയ്യുന്നത്? ഡോക്ടർ ഡാർലി ഉമ്മൻകോശി. ഡോക്ടർ അറിയാം. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. ശരി. ഓക്കെ. അപ്പോ എന്തായാലും പാർവതിയുടെ ആ പുസ്തകം റിലീസിങ്ങിനും ആ പുസ്തകം കൂടുതൽ ആളുകളിലേക്ക് എത്താനും ഒക്കെ ഉള്ള എല്ലാ ആശംസകളും നേരുന്നു. ഇതുവരെ നമ്മള് വിവിധ വിഷയങ്ങളാണ് സംസാരിച്ചത്. ഈ സംസാരിച്ച വിഷയങ്ങളൊക്കെ കഥകളാക്കി മാറ്റി പുതിയ പുസ്തകങ്ങളാക്കാനുള്ള അവസരം പാർവതിക്ക് ഉണ്ടാകട്ടെ. അതുപോലെ ഒഫീഷ്യൽ ലൈഫിൽ കൂടുതൽ മെച്ചപ്പെട്ട ഉയരങ്ങളിലേക്ക് പോകണമെന്നാണ്. അപ്പം ഞാൻ അതുമായി ബന്ധിപ്പിച്ച് ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യണം. നെക്സ്റ്റ് പോസ്റ്റ് എന്തായിരിക്കും? അറിയത്തില്ല. നമ്മൾ സാധാരണ ജോലിയിൽ ഒരു ഹയറാർക്കി ഇങ്ങനെ കാണുമല്ലേ, മുകളിലോട്ട് പോകുന്നതിന് ഒരു വെർട്ടിക്കൽ മൊബിലിറ്റി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മുകളിലോട്ട് പോയാൽ ഏതുവരെ എത്താം എന്നുള്ളതാണ് ചോദ്യം. അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, സെയിം ജോലി തുടരുകയാണെങ്കിൽ. I mean, I've been in criminal justice for like the last 15-16 years, so maybe a few more years. I look forward to continuing with criminal justice. Okay. അല്ല, ഇന്ന പോസ്റ്റ് വരെ എത്തും അങ്ങനെ പറയാൻ പറ്റില്ല. ഇല്ല. ക്രിമിനൽ ജസ്റ്റിസ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? It actually was very random, to be honest, because I was in public health before. So when I was in South Sudan, I was working in mosquito net distribution campaign. Okay. And I was in Lesotho, I was working on the HPV vaccine campaign. And when I was in Zambia, I was a health volunteer with Peace Corps. So I think I'm a true believer of staying open and ready to embrace new things that comes into your life, and just criminal justice was something that came on without planning to go into it, but somehow I have been in it for the last 15 years. So അല്ല, ഞാൻ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, ഞാൻ പാർവതിയുടെ ഈ പ്രൊഫൈലിലൂടെ കടന്നു പോയപ്പോൾ 30 lakhs മസ്കിറ്റോ നെറ്റ് വിതരണം ചെയ്ത ഒരു പ്രോഗ്രാമത്തിന്റെ ഭാഗമായിരുന്നു പാർവതി ഞാൻ കണ്ടായിരുന്നു. അതെ. അപ്പോൾ ഈ ആഫ്രിക്കയിൽ മസ്കിറ്റോ നെറ്റൊക്കെ വിതരണം ചെയ്യുന്നത് ഒരു സാഹചര്യമുണ്ട്. അതിന്റെ കണക്ട് ചെയ്ത് ഞാൻ വായിച്ചായിരുന്നു, അത് മലേറിയയുമായി കണക്റ്റാണ്. ആക്ച്വലി അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു അവിടെ. അതായിരുന്നു. It was a very big project that I was part of. It was a $72 million global fund project that the goal was to distribute 3 million mosquito nets across southern Sudan. So it was one of the biggest problems that South Sudan was having. A lot of people were dying from malaria. So that's why this project was very important. And it was a great opportunity for me to get to know South Sudan. That is in the year 2008, something like that. 8 to 9. Yeah. Okay. Experience that led me to criminal justice, because when I first applied for a job in a criminal justice position, they were looking for someone who knew South Sudan, and that's how I got this opportunity to work in criminal justice. അപ്പോഴേ ഞാൻ അതിലൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ മസ്കിറ്റോ നെറ്റൊക്കെ നമ്മൾ വിതരണം ചെയ്യാനായിട്ട് വീടാന്തരം പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ആളുകൾക്ക് ആ മസ്കിറ്റോ നെറ്റിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടിരുന്നു?
It was very I learned so much doing that mosquito net distribution campaign because not everybody understood. This was the reason that was causing mosquitoes are the reason you're getting malaria from. So there was a lot of educational piece that went into it. So it went into teaching people about how to protect themselves and what happens if you do get malaria, going to the clinic, getting medicine, all of that. There was many pieces to it, and also. Some of the remote areas I was going to do the distribution campaign has never seen an outsider even. So it was very interesting to a cultural experience in South Sudan for people to understand that, there is malaria is an issue, but how can I protect myself? And how do you even properly hang a mosquito net? So you even had to teach them because I've given out mosquito nets all over South Sudan, and we have seen some cases where people use the mosquito net as their wedding dress, or they use it to catch fish, which is also a problem because these mosquito nets we were giving were insecticide-treated mosquito nets. So, if you use that to catch fish, the fish has chemicals in it. Then you shouldn't be eating that fish either. So there's so much education piece that go into doing a mosquito net campaign. നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിൾ അല്ല. അല്ല because all the problems that comes on along with it. അത് മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്തിരുന്നത് വളരെ ഈ കാങ്കോയുടെ അടുത്തുള്ള സൈഡായിരുന്നു. അവിടെ ഈ LRA ലോർഡ്സ് റെസിസ്റ്റന്റ് ആർമി എന്ന് പറഞ്ഞ ഒരു ഗൊറില്ല മൂവ്മെന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ബിക്കോസ് ദേ വിൽ കം ഇൻ ആൻഡ് അറ്റാക്ക് വില്ലേജസ്. സോ യു കൈൻഡ് ഹാവ് ടു ബി വെരി ഫ്ലെക്സിബിൾ വെൻ യു ആർ ഡൂയിങ് ദിസ് കൈൻഡ് ഓഫ് ക്യാമ്പയിൻ ഇൻ എ വെരി ഇൻസെക്യൂർ ലൊക്കേഷൻ. So how do you one of the things I learned was like plan A and plan B and plan C doesn't work. Usually you need to come up with plan E, F, G. Okay. So you constantly have to be flexible in all of this. Because you just need to constantly be open to changing and moving along the way because you have a plan, but then when you're working in a very insecure location, you just have to change. കുറിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ഫറൂദിയുടെ പ്രൊഫൈൽ നോക്കി വന്നപ്പോൾ എല്ലാം വളരെ പ്രശ്നമുള്ള മേഖലകളാണ്. അതെ, ആക്ച്വലി സെക്യൂരിറ്റി ഒരു വിഷയമായി വരത്തില്ലേ? യുഎസ് സർക്കാരിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ലേ എപ്പോഴും? അതെ, ഉണ്ടാവും. ഞാൻ സമാളിയയിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴത്തേക്ക് ഞാൻ എന്ത് മീറ്റിങ്ങിന് പോയാലും എൻ്റെ കൂടെ എപ്പോഴും US ഗവൺമെന്റ് ആയിട്ടുള്ള 2 ബോഡി ഗാർഡ്സ് എൻ്റെ കൂടെ ഉണ്ട്. They are, so if in case there is any kind of issue, they are supposed to protect me. അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ? I mean, I have been in situations where they have had gunshots happening nearby, so I have to go under protection to make sure nothing comes to me. So there constantly have been issues. There might be mortars coming into the area that we are in, so you just have to follow instructions. One of the key things. Instructions നമ്മൾ follow ചെയ്യണം. ആ സമയത്ത് കിടന്ന് you cannot do your own thing. You have to follow what the bodyguards tells you to do. ഇതിന് ശേഷമേ സുഡാനിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നു, പിന്നെ വിവിധ രാജ്യങ്ങളിലൊക്കെ കടന്നു. ഇപ്പൊ 16 കൊല്ലമായി സുഡാനിലെ മസ്കിറ്റ് നെറ്റ് കൊടുത്തിട്ട്. ഇപ്പൊ ഉള്ള ഡേറ്റ മലേറിയ നിയന്ത്രിക്കാൻ ഈ മസ്കിറ്റ് നെറ്റ് ഉപയോഗപ്പെട്ടു ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്താണ് ഫാറൂദിന്റെ ഉത്തരം? That's a good question. I hope the numbers are lower now for people who are still getting sick, and maybe death caused by malaria has gone down, but I don't know the reality of the current situation. I have not been tracking, to be honest. Okay. ഞാൻ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. അല്ല, നമ്മളൊരു 30 ലക്ഷം നെറ്റ് വിതരണം ചെയ്യുകയും സ്വാഭാവികമായിട്ടും കൊതുക് നിയന്ത്രിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മലേറിയ കുറയണം. അപ്പൊ റെക്കോർഡിൽ താഴോട്ട് വരണം. അങ്ങനെ വന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് എല്ലാം. ഞാൻ ശ്രദ്ധിച്ചു, ഫറൂദിയുടെ ലൈഫിന്റെ പാർട്ടായിട്ട് എടുക്കുന്ന എല്ലാ പരിപാടികളും ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. ആക്ച്വലി വലിയ വലിയ വിഷയങ്ങളാണ്. അതിന് ആ മിഷണറിയെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാണ് ചെയ്യുന്നത്. മിഷണറി ചിലപ്പോൾ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ പ്രോസിക്യൂഷൻ ആകാം, പോലീസ് ആകാം, ലോ എൻഫോഴ്സ്മെന്റ് വേറെ ടീമുകളാവാം. എന്തായാലും ആ മിഷണറിയെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ബാക്കിയുള്ള പഠനത്തിന്റെ ഭാഗമായിട്ട് ആ മിഷണറി സ്ട്രെങ്തൻ ആയിട്ടുണ്ടോ എന്ന് നോക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എല്ലാ പ്രോജക്റ്റും മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഉള്ളതാണ്. അതുകൊണ്ട് we should be always seeing what worked, what didn't work, and how can we fix it next time.
ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തൊക്കെ പോയി വരുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഇതൊക്കെ ശേഷം തിരിഞ്ഞു നോക്കൂ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. സുഡാനിൽ നിന്ന് വേറൊരു രാജ്യത്ത് പോയി ഇപ്പം സാംബിയ, കെനിയ, കുറെ കഴിഞ്ഞിട്ട് ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ എത്താം. അപ്പോൾ ഞാനൊരു 5 കൊല്ലം വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയൊക്കെ നോക്കൂ. ഞാൻ പേഴ്സണലി ഒരു പേഴ്സണൽ അറ്റൻഷൻ ഉള്ളതാണ്. ഞാൻ എപ്പോഴും South Sudan will always have a special place in my heart, just like Zambia. So like I still keep in touch with people, so I still know what is happening on a personal level. I might not know at an institution level. Like for example, for South Sudan, I took a whole bunch of people from South Sudan to Colorado to check out how to do tilapia farming inside prison. So that was one of the things that I worked on with my South Sudanese counterparts. So I still keep in touch with them. So I still, years later get text about like, hey, we're still doing this or that. So I kind of keep in touch on a personal level. And now with social media, it has become very easy too. But at an institution level, it's kind of difficult. ഇപ്പോൾ പാർവതി ഒരു ഇന്ത്യൻ ഒറിജിനാണ്. അതെ. അപ്പോൾ നമ്മൾ ആഫ്രിക്കയിൽ ഇപ്പോൾ 5-6 രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. ഒരു ഇന്ത്യൻ ഒറിജിൻ ആണെന്നത് കൊണ്ട് ആഫ്രിക്കക്കാർക്ക് അടുപ്പം കൂടുന്നതായി ഫീൽ ചെയ്തിട്ടുണ്ടോ? I don't know about that. ആക്ച്വലി പാർവതി ചെല്ലുന്നത് യു എസ് എന്നാണ്. Yes. ഇപ്പോൾ യു എസ് എംപ്ലോയി എന്നതാണ് അവർ വന്നത്. പക്ഷേ ബേസിക്കലി യു ബിലോങ് ടു ഇന്ത്യ. അപ്പൊ ആ ഒരു അടുപ്പം അങ്ങനെ വല്ലതും ഉണ്ടോ ആഫ്രിക്കർക്ക്? So I think when I am usually introducing myself, I introduce myself as an American. However, sometimes people have questions, but you don't look like rest of your teammates. So people are very curious usually in Africa. They're like, oh, but where are you from originally? I'm like, well, I was born in India, but I grew up in the US. So, there's a part of like constant education that happens when I usually say, in the US, we have a lot of people from all different religion, all different parts of the world. So it's actually a melting pot in a sense. So I am an American, just like, another person. They usually they like me. I think, but it also comes down to personal connections. ചോദിക്കാൻ സാധ്യതയുണ്ട് ബിക്കോസ് അപ്പിയറൻസ് ഇന്ത്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് പാർവതിയോടാണ്. പാർവതിയുടെ ലൈഫ് നിങ്ങൾ കണ്ടു. വളരെ ത്രില്ലിങ്ങും എന്താ പറയുക, ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുന്നതുമായ ഒരു വ്യക്തിയാണ്. ഒരുപാട് രാജ്യങ്ങൾ, സാംബിയയും ബംഗ്ലാദേശും കെനിയയും സുഡാനും അതുപോലെ ഒത്തിരി രാജ്യങ്ങളിലൂടെയാണ് പാർവതി കടന്നു പോകുന്നത്. പാർവതിയുടെ ജീവിതത്തിലൂടെ പാർവതി കടന്നു പോകുമ്പോൾ പാർവതി ഇടപെടുന്ന മേഖല, അതാണ് സർവ്വപ്രധാനമായ കാര്യം. കറക്ഷനാണ് പാർവതിയുടെ ലക്ഷ്യം. അത് ഡിപ്പാർട്ട്മെൻ്റ് ആകാം, പോലീസിൻ്റെ വിവിധ സംവിധാനങ്ങളാവാം, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ പാർട്ടായിരിക്കും, അതുപോലെ മറ്റേതെങ്കിലുമൊക്കെ എല്ലാത്തിനെയും കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മെഷീനറിയെ കറക്റ്റ് ചെയ്യാനായിട്ട് US എയ്ഡോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഓരോ രാജ്യത്തും വ്യത്യസ്ത ആക്ടിവിറ്റീസാണ്. അതൊരു വല്ലാത്ത ഇൻപുട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ പാർവതിയെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും പാർവതിയുടെ പുസ്തകങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ചില സൂചനകൾ ഉള്ളതാണ്. ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പാർവതി എഴുതുന്ന ക്രമത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കാം. എന്തായാലും ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായും പങ്കുവെക്കണം. നമ്മൾ പ്രതിഭകൾക്കൊപ്പം എന്നൊരു പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി പാർവതി ശങ്കർ ഒരു ജീനിയസാണ്. ഒരുപാട് മേഖലകളിൽ താല്പര്യമുള്ള ആളാണ്. നല്ലൊരു ഡാൻസറാണ്. അപ്പോൾ അതൊക്കെ മറ്റൊരു അവസരത്തിൽ നമുക്ക് പറയാം. എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. Thank you so much for this time. I appreciate it. Thank you for having me. Thank you.